ഒരു കാര്യം ചൊല്ലാൻ പോലില്ല. ആ എന്ത് നമ്മുടെ നാരിയത്തെ സ്വല അതുകൂടെ പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെ കുറെ സംശയങ്ങളുണ്ടാവുക. അത് ശിർക്കാണ്. എന്താ അത് നാറിയ സ്വലാത്ത് ഏത് മരമണ്ടനാണ് എഴുതി വിട്ടതെന്ന് എനിക്കറിയില്ല. നരകത്തിലേക്കുള്ള സ്വലാത്ത് ഇതൊക്കെ പറയാൻ കാണിച്ച ധൈര്യം അപാരമാണ്. ഷഹാദത്ത് കലിമ പുതുക്കി ചൊല്ലി മുസ്ലിമായിക്കൊള്ളുന്ന എനിക്ക് അവരോട് പറയാനുള്ളത്. വിവരക്കേട് പറയുന്നത് എന്ത് ശിർക്കാണ് അതിൽ കിടക്കുന്നത്? ലോകം അംഗീകരിക്കുന്ന ലോകപ്രശസ്തനായ ഇന്നത്തെ പണ്ഡിതനാണ് മഹാനായ ശൈഖ് ഹംസ യൂസുഫ്. ലോകപ്രശസ്തനായ പണ്ഡിതനാണ്. മാലികി മദ്ഹബനുസരിച്ച് ഫത്വ കൊടുക്കാൻ അംഗീകാരമുള്ള ആലിമ ശൈഖ് ഹംസ യൂസുഫ്. അദ്ദേഹം കാലിഫോർണിയക്കാരൻ, അമേരിക്കക്കാരനാണ്. പുതു മുസ്ലിമ, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്. ഇന്ന് അവർക്ക് 50-ലേറെ വയസ്സായി. കിതാബുകൾ ഓടിപ്പിടിച്ച വലിയ സ്ഥാനാണ് ശൈഖ് ഹംസ യൂസുഫ്. യൂട്യൂബിലൊക്കെ കാണാൻ നോക്കി. ഹംസ യൂസുഫ് ഷാദുലി ശരീഫത്തിന്റെ മെമ്പർഷിപ്പുള്ള ആളാണ്. ലോകത്ത് ഇസ്ലാമിന്റെ ജിഹ്വയാണെന്ന് ശൈഖ് ഹംസ യൂസുഫ്. കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ സൈഫുന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ ഇൻട്രോ ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ മദീനയിൽ വെച്ച് കണ്ടുമുട്ടി. 2 തവണ കണ്ടുമുട്ടി. ഞാൻ മദീനയിൽ കഴിഞ്ഞ വർഷം കണ്ടുമുട്ടിയപ്പോൾ 2 തവണയും മദീനയിലാണ് വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തു തരണം. അങ്ങനെ റൗളയുടെ ബാക്ക് സൈഡ്, അതായത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കടന്ന ബാബു ഫഹദിന്റെ ആ ഭാഗത്ത് മൂലയിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഞാൻ പള്ളിയുടെ അകത്തേക്ക് പോയിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ദുആ ചെയ്തത് എന്താ ദുആ എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് മിൻ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖളാ ബിഹിൽ ഹവായിജ്. റബ്ബേ ശുക്രിന് പറഞ്ഞില്ല. ഈ ലോക പണ്ഡിതൻ ഹറമിന്റെ മുമ്പിൽ വെച്ച് മദീനയിൽ വെച്ച് ചൊല്ലിത്തരുന്നത്. ഞാനും എന്റെ സുഹൃത്തും അതിൽ ആമീൻ പറഞ്ഞ് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ദുബൈയിൽ അബുദാബിയിൽ. നമ്മളെ നാട്ടിലെത്തുമ്പോൾ കുറേ ശിർക്കുണ്ട്. ഇതെന്താ ഈ പേടിപ്പിക്കുന്നത്? ഈ കഥയില്ല. തുടർന്നത് മുഴുവൻ ശിർക്കാണ്. മരിച്ച വീട്ടിൽ മയ്യത്തുകളെ കടത്തിയിരിക്കുന്ന ആ മയ്യത്തിന് ഖുർആനോദിയ തെറ്റ്. അവിടെ പത്രം വായിച്ചാലും കുഴപ്പമില്ല, അവിടെ സ്വറ പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, എന്ത് നാട്ടുവർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഖുർആനോദിയ ശിർക്കായി ആളുകളാണ്. ഇത് നിർത്തി ഇങ്ങനെ പറയുന്നത് ദയവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാന്റെ കലാമിനെ ഉപേക്ഷിക്കണമെന്ന്. ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് യാസീൻ ഓതി അപ്പൊ ചോദ്യം വരും, അള്ളാന്റെ റസൂൽ രാത്രി സമയം 10:10 യാസീൻ ഓതിയതിന് തെളിവുണ്ടോ? ഇങ്ങനെയാണോ ചോദിക്കല്? ആരാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചത്? എനിക്കറിയാം പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ആരാണെന്ന്, ഞാൻ പറയുന്നില്ല. ഈ വായിക്കുന്നതും കേൾക്കുന്നതും തൊണ്ടതൊടാതെ വിടുന്ന ഏർപ്പാടും നിർത്തണം. മഹത്തായ സമസ്ത കേരള ജനങ്ങളിൽ ഉള്ളവയുടെ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കെ ഹക്കും ബാത്തിലും വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പണ്ഡിത സഭകളുണ്ടായിരിക്കെ ലോകത്ത് നൂതന ആശയക്കാർ വന്ന് വല്ലത വിളിച്ചു പറയുമ്പോൾ തൊണ്ടതൊടാതെ വിഴുങ്ങി വഞ്ചിതരായി പോകുന്ന ചെറുപ്പക്കാരെ അള്ളാഹുവിന് ഞാൻ പറയാം, നിങ്ങൾ ഏത് പാർട്ടിക്കും പോയിക്കോ, പ്രശ്നമല്ല. സത്യമായിട്ട് മനസ്സിലാക്കണം. ശിർക്കല്ലാത്ത ശിർക്ക് എന്ന് പറയുന്നത്. اللهم صل على سيدنا محمد نبينا من صلاته البرسمنه الذي تنحل به العقد. النبي കാരണമാണല്ലോ കെട്ടുകൾ അഴിക്കപ്പെടുന്നത്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواطر ويسكت الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له. ഇതിൽ എവിടെയാണ് ശിർക്ക് വന്നത്? എന്തിനെ പറ്റിയാണ് പറയുന്നത്? മഹാനായ അല്ലാമ ഇബ്രാഹിം അൽ-താസി റഹിമഹുല്ലാഹ് ഇതേ സ്വലാത്ത് നമ്മുടെ കേരളക്കരയിലോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അറിയപ്പെടുന്നത് നാരിയത്ത് സ്വലാത്ത് എന്നാണെങ്കിൽ, ഇതേ സ്വലാത്ത് ലിബിയയിലും ജോർഡാനിലും സിറിയയിലും ഫലസ്തീനിലും അൾജീരിയയിലും അറിയപ്പെടുന്നത് സ്വലാത്ത് താസിയ എന്നാണ്. കാരണം ഇത് രചിച്ചു വെച്ച മഹാനായ ഇബ്രാഹിം അൽ-താസി റഹിമഹുല്ലാഹി അലൈഹി. അള്ളാഹുവിന്റെ ഇൽഹാമുണ്ടായിരുന്ന പിന്നനാണ്. ഒരുപാട് കറാമത്തുകൾ കാണിച്ച അള്ളാഹുവിന്റെ വലിയ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, 4444 തവണ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരും. അത് മുജറബാണ്.
നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്ന് ചെയ്യണ്ട. ഇത് ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്യരുത്, ആക്ഷേപിക്കരുത്. അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടണ്ട. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല ഈ മീഡിയ എന്ന് പറയുന്നത്. അതിൽ ഹക്കും ബാത്തിലും കാണും. വിവരമുള്ളവരും ഇല്ലാത്തവരും എഴുതപ്പെടുന്നത് ഹക്കെന്താണെന്ന് ബാത്തിലെന്താണെന്ന് ഈ സമൂഹത്തിന്റെ ആലിമിൽ നിന്ന് മനസ്സിലാക്കണം. ഞാൻ ആ വിഷയം തുറന്ന് പറയാൻ, സങ്കടപ്പെട്ടുകൊണ്ട് പറയാൻ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്താണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദ്. ഈ സ്വലാത്തുൽ ഇബ്രാഹീമിയ അല്ലാതെ ഒന്നും ചൊല്ലാൻ പാടില്ല എന്ന് ചില കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇതാരാ പഠിപ്പിച്ചത്? ഈ ഒരു സ്വലാത്ത് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ എന്ന് സ്വഹാബത്തിന് അവരുടേതായ സ്വലാത്തുകളില്ലേ? കിതാബുകൾ പരിശോധിച്ചു നോക്കി ഏതെല്ലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നൊക്കെ അവരുടേതായ സ്വലാത്തുണ്ട്. അലി റളിയല്ലാഹു അൻഹു അവരുടേതായ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാ കിതാബുകളിലും ആലിമീങ്ങളും ഓരോരോ ബാബുകൾ അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ വിവിധങ്ങളായ വാക്കുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയുടെ മേൽ. ഇന്നും കാണാൻ പറ്റില്ലേ? ലക്ഷക്കണക്കിന് ഇതൊക്കെ ഉണ്ടായിരിക്കെ നമ്മളെങ്ങനെയാ സ്വലാത്ത് ഇബ്രാഹിം മാത്രമേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നരകത്തിലേക്കാണ്. സ്വല്ലൂ അലൻ നബി സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ, എമ്പാടും ചൊല്ലിക്കോളൂ. വാക്കുകൾ പോലും പറഞ്ഞില്ല ഖുർആൻ. ചൊല്ലിക്കോളൂ. നിസ്കാരത്തിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയെ നിസ്കാരത്തിന്റെ പുറത്ത് എന്ത് ചൊല്ലിക്കൂടെ? അതിൽ ശിർക്കും കുഫ്റും ഇല്ലെങ്കിൽ എന്താണ് ഇവിടെയാണ് ശിർക്ക് എന്ന് പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. പടച്ചവനെ പരിപൂർണമായ സ്വലാത്ത് ചൊല്ലണമേ. വസല്ലിം സലാമൻ താമ്മൻ, അന്യൂന്യമായ സലാമും നീ ചൊല്ലണമേ. അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നബിയുടെ മേൽ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, പ്രയാസങ്ങൾ അഴിക്കപ്പെടും ആ നബി കാരണം. ആ നബി കാരണം പ്രയാസങ്ങൾ അഴിക്കപ്പെടും. വർഷങ്ങളായി കടം ബാധിച്ചു കിടന്ന സഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. വർഷങ്ങളായി കടബാധിതയുള്ള സഹാബിയാണ്. അങ്ങനെ പള്ളിയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തുമൊക്കെ പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കെ ജോലിക്കൊന്നും പോവാതെ പള്ളിയിലേക്ക് വരുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പലതവണ കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഉമാമ, എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയിലേക്ക് വരാൻ കാരണം? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുയൂനി വഹുമൂനി ലസിമത്നി, ഒരുപാട് കടങ്ങളും ഒരുപാട് സങ്കടവുമുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കടങ്ങളുണ്ടായിട്ട് വർഷങ്ങളായി. ചോദിച്ചു, ഏതാനും ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നിങ്ങളത് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ കടം വിട്ടുതരും. നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും കടം അല്ലാഹു വിട്ടു തരികയും ചെയ്യും. ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? തരൂ നബിയേ. എന്നാൽ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ വാക്കുകൾ ഏതാനും ദിവസങ്ങൾ ചൊല്ലിയിട്ടുള്ളൂ. മഹാനായ സഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖല്ലല്ലാഹു അന്നി ദൈനി, ഇങ്ങനെയാണ് ഞാൻ എന്റെ കടങ്ങൾ വിട്ടുക എന്ന് വിചാരിച്ചിരിക്കെ എന്റെ കടങ്ങളെല്ലാം അല്ലാഹു വിട്ടു തന്നു. എന്റെ സങ്കടം അല്ലാഹു തീർത്തു തന്നു. എങ്ങനെ തീർത്തു തന്നു? വിശ്വാസങ്ങൾക്ക് കാരണം നബിയല്ലേ ആ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തത്. അതിന് മുമ്പും കടമുണ്ടല്ലോ, അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഉത്തരം കിട്ടാത്ത സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത വാക്കുകൾ ചൊല്ലിയപ്പോൾ കടം വീടിയില്ലേ? എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? കെട്ടുകൾ ആ നബി കാരണം അഴിക്കപ്പെടുന്നു. എന്ത് ശിർക്കാണ് ഇവിടെ വന്നത്? പ്രയാസങ്ങൾ ആ നബി കാരണം ഇല്ലാതെയാകും. ഇല്ലാതെ ആയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സഹോദരങ്ങളും സഹാബികളും അന്തർയുദ്ധം നടക്കുമ്പോഴല്ലേ മഹാപാറക്കല്ലിനുള്ളിൽപ്പെട്ടത് പൊട്ടിച്ചു കളയാൻ കഴിയാതെ അമരെടുത്തിട്ട് അടിച്ചിട്ടും പൊട്ടാതെ വന്നപ്പോ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പ്രയാസത്തിലാണ് നബിയെ, ഈ പാറക്കല്ല് ഞങ്ങൾ അടിച്ചിട്ട് പൊട്ടുന്നില്ല. സ്വഹീഹിൽ വന്ന ഹദീസല്ലേ ഇത്?
സ്വഹാബത്തിന്റെ കയ്യിൽ നിന്ന് അമരെടുത്തിട്ട് ചെറിയ ഖഫീഫായ റോബൻ ഖഫീഫ വളരെ ലൈറ്റായിട്ട് ആ പാറയിലൊന്ന് എടുത്തപ്പോഴേക്കും മണലിന്റെ കൂമ്പാരം പോലെ ആ പാറ മാറിക്കഴിഞ്ഞത് ഖന്തക്കിന്റെ ചരിത്രത്തിലില്ലേ? എന്താണ് ഈ പറഞ്ഞത്? പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ നബി കാരണം ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടില്ലേ? ഇതിൽ ആഗ്രഹങ്ങൾ ആ നബി കാരണം സാധ്യമായിട്ടുണ്ടല്ലോ, ആഗ്രഹങ്ങൾ സാധ്യമായിട്ടുണ്ടല്ലോ. ജീവന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് സംസാരിക്കാൻ കഴിയാത്ത കൊച്ചു കുട്ടിയെ കൊണ്ടുവന്നു. ഹദീസ് അല്ലാമ അബൂബക്കർ ജസാഇരി അവരുടെ ഗ്രന്ഥത്തിൽ ആദൽ മുഹദ്ദിസിന്റെ ഗ്രന്ഥത്തിൽ ഹദീസ് ഉദ്ധരിച്ചു. ഒരുപാട് മുഹദ്ദിസീങ്ങൾ സഹിഹായ ഹദീസല്ലയോ? യാ റസൂലല്ലാഹ് നബിയേ, എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല നബിയേ, എന്റെ കുഞ്ഞിന് സംസാരമില്ല നബിയേ, എന്റെ കുഞ്ഞിന് സംസാരമില്ല, എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല നബിയേ. സങ്കടമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, പിക്കോ അള്ളാനോട് പോയിട്ട് ചോദിക്കുകയും ചെയ്യല്ലാന്ന് നിങ്ങൾ പറഞ്ഞോ? ദീപായ നബി എന്താ ചെയ്തത്? ഉദു എടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് ഉദു എടുത്തു. വായ കുപ്പിളിച്ചു ആ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. കൈയും മുഖവും കഴുകിയ ഹബീബിന്റെ ഉദുവിന്റെ വെള്ളം പാത്രത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. ഈ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ശരീരത്തിൽ തടവി കൊടുത്തിട്ട് ദുആ ചെയ്തു. ആ സെക്കൻഡിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ആ പെണ്ണിന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ടായിരുന്ന കുട്ടി ഈ ഊമയായിരുന്ന കുട്ടിയായിരുന്നു. അല്ലാഹു കുട്ടിക്ക് സംസാരശേഷി കൊടുക്കില്ലയോ? എത്ര മനുഷ്യത്തുകൾ എത്രയെന്ന് പറയാം. എന്റെ കുഞ്ഞ് സംസാരിക്കണമെന്ന അവിടുത്തെ ഉമ്മയുടെ അഭിലാഷം ആ റസൂൽ കാരണം നടന്നിട്ടില്ലയോ? അതല്ലേ പറഞ്ഞത്? ആ നബി കാരണം സാധ്യമാകുന്നുണ്ട്. ആഗ്രഹങ്ങൾ എല്ലാം മഹാനായ സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ? വേണ്ടത് ചോദിച്ചോളൂ, വേണ്ടത് ഞാൻ തരാം. അങ്ങയോടുകൂടെ സ്വർഗ്ഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു. ആരാണ് ഈ കൊടുത്തത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹങ്ങൾ നബി കാരണം സാധ്യമായിട്ടുണ്ടല്ലോ. അവിടുത്തെ പരിശുദ്ധമായ മുഖത്തെ അവിടുത്തെ മുന്നിൽ ചോദിച്ചാൽ അല്ലാഹു മഴ തരുമല്ലോ. ഹദീസുകളാണ്. സഹാബികളും അബ്ബാസ് എന്നവരെ മുന്നിട്ട് ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിട്ട് മഴ ചോദിച്ച സഹാബിമാർ മദീനയിൽ തങ്ങൾ മിമ്പറിൽ ഉപയോഗിക്കൊണ്ടിരിക്കുമ്പോൾ സഹീഹ് ബുഖാരിയും മുസ്ലിമും പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ ശിഹാബുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസല്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആകാശത്ത് മേഘത്തിന്റെ പടലം പോലുമില്ല. ഒരാൾ വന്ന് പറഞ്ഞു, നബിയേ കഹസനാ, ഞങ്ങൾക്ക് മഴയില്ലാതെ പ്രയാസത്തിലാണ് നബിയേ, ഞങ്ങൾക്ക് മഴ വേണം. അങ്ങ് ദുആ ചെയ്യുമോ നബിയേ? അങ്ങ് അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു തരും. ദുആ ചെയ്യും നബിയേ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഗ്ഫിനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം. മിമ്പറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതേ ഉള്ളൂ. ജുമുഅ തീരുന്നതിന്റെ മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി. ചൂടത്ത് മഴയില്ലാതെ ചൂടത്ത് മദീനയിലെ പള്ളിയിലേക്ക് വന്ന സഹാബിമാർ മഴ കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരാഴ്ച തിമർത്ത് മഴ പെയ്തു. ആഴ്ച മദീനത്തെ മിമ്പറിൽ ഓടുന്ന അഷ്റഫുൽ മുമ്പിലേക്ക് അതേ മനുഷ്യൻ ഓടി വന്നില്ലയോ? യാ റസൂലല്ലാഹ്, മഴ മതി നബിയേ, ഞങ്ങൾക്ക് മഴ മതി. വെള്ളപ്പൊക്കമായിട്ടുള്ള നബിയെ, ഒരാഴ്ചത്തെ മഴ കൊണ്ട് വെള്ളപ്പൊക്കമായി, ഇനി മഴ മതി നബിയെ, അല്ലാഹുവിനോട് പറയണം മഴ മതി എന്ന്. اللهم حوالينا ولا علينا، اللهم على الأكام والجبال ومنابت الشجر. പടച്ചവനെ, ആ മഴയെ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ അല്ലാഹ്. വൃക്ഷങ്ങൾ മുളക്കുന്നിടത്തേക്ക്, പർവ്വതങ്ങളിലേക്ക്, കാടുകളിലേക്ക്